ഈ പിച്ചക്കാരന്റെ തലയ്ക്ക് മുകളിൽ ഇഡലിയും സാമ്പാറും ഒഴുകി നടക്കുന്നത് ഇവൻ കാണുന്നു. അതവൻ അങ്ങനെ എടുത്തങ്ങ് കഴിക്കുന്നു. ഇവൻ ഒരു ഭ്രാന്തനാണെന്ന് പിച്ചക്കാരൻ വിചാരിക്കുന്നു. എന്നാൽ ഈ മാജിക് ഗ്ലാസ് വെക്കുമ്പോൾ പിച്ചക്കാരന്റെ തലയ്ക്ക് മുകളിൽ ഇരിക്കുന്ന ഇഡലിയും സാമ്പാറും ഇവന് ക്ലിയറായി കാണാൻ കഴിയുന്നുണ്ട്. അവൻ അത് വീണ്ടും എടുത്ത് കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പിച്ചക്കാരൻ അവിടെ നിന്ന് പേടിച്ചോടുമ്പോൾ താഴെ വീണ് അവന് സാരമായി പരിക്കേൽക്കുന്നു. റോഡിലൂടെ നടക്കുമ്പോൾ എല്ലാവരുടെ തലയ്ക്ക് മുകളിൽ പലതരം ഫുഡ് ഐറ്റംസ് ഒഴുകി നടക്കുന്നത് ഇവൻ കാണുന്നു. ഒരാളുടെ തലയ്ക്ക് മുകളിൽ ഒരു ബോയിൽഡ് എഗ് ഒഴുകി നടക്കുന്നത് കണ്ട് അവൻ അത് എടുത്ത് കഴിക്കുന്നു. ഇവൻ അത് കഴിച്ചു തീർന്ന ഉടനെ ആ മനുഷ്യനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. മറ്റുള്ളവരുടെ തലയ്ക്ക് മുകളിൽ ഒഴുകി നടക്കുന്ന ഈ ഭക്ഷണ സാധനങ്ങൾ സത്യത്തിൽ അവരുടെ ഗുഡ് ലക്ക് ആണെന്ന് അവന് മനസ്സിലാകുന്നു. അങ്ങനെ മറ്റുള്ളവരുടെ ഭാഗ്യം ഇവൻ കഴിച്ചു തീർക്കുമ്പോൾ അവർക്ക് വല്ലാത്ത ബാഡ് ലക്ക് വരാൻ തുടങ്ങുന്നു. ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ഒരു സ്ത്രീയുടെ തലയ്ക്ക് മുകളിൽ ഒഴുകുന്ന ഭക്ഷണം ഇവൻ കഴിക്കുന്നു. അടുത്ത നിമിഷം തന്നെ ആ സ്ത്രീ വളർത്തുന്ന നായ അവരെ ഭീകരമായി കടിക്കുന്നത് അവൻ കാണുന്നു. തനിക്ക് ഇങ്ങനെ ഒരു സൂപ്പർ പവർ ഉണ്ടെന്ന് മനസ്സിലാക്കിയതോടെ അവൻ വളരെ അഹങ്കാരത്തോടെ പെരുമാറാൻ തുടങ്ങുന്നു. കാഴ്ചയില്ലാത്ത ഒരാളുടെ ഭാഗ്യം പോലും ഇവൻ കഴിക്കുന്നു. തന്നോട് ആരെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ ഉടൻ അവരുടെ ഭാഗ്യം ഇവൻ വിഴുങ്ങുന്നു. ഈ പവർ ഉള്ളപ്പോൾ താൻ എന്തിനാണ് ജോലിക്ക് പോകുന്നത് എന്ന് ചിന്തിച്ചവൻ തന്റെ ബോസിനോട് വഴക്കിട്ട് ഇത്രയും കാലം ചെയ്തിരുന്ന ജോലി റിസൈൻ ചെയ്യുന്നു. ഒരു ദിവസം ബസ്സിൽ പോകുമ്പോൾ ഒരു പാസഞ്ചർ ഇവനെ അബദ്ധത്തിൽ തട്ടുന്നു. ഉടനെ അയാളുടെ തലയ്ക്ക് മുകളിലുള്ള ഭക്ഷണം ഇവൻ എടുത്ത് കഴിക്കുന്നു. അപ്പോഴാണ് അവൻ ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്. തന്നിലൂടെ ഭാഗ്യം നഷ്ടപ്പെട്ടവരെല്ലാരും ആ ബസ്സിലുണ്ട്, മറ്റാരും ആ ബസ്സിലില്ല. ഭാഗ്യമില്ലാത്ത കുറെ ആളുകൾ ഒരേ ബസ്സിലുണ്ടായാൽ തീർച്ചയായും ബസ് ആക്സിഡന്റ് ആകുമെന്ന് അവന് മനസ്സിലാകുന്നു. അവൻ വേഗം ഡ്രൈവറിന്റെ അടുത്ത് ചെന്ന് ബസ് നിർത്താൻ പറയുന്നു. അപ്പോഴാണ് അവൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. തന്നിലൂടെ ഭാഗ്യം നഷ്ടപ്പെട്ട ആ ബ്ലൈൻഡ് മാൻ ആണ് ബസ് ഓടിക്കുന്നത്. പെട്ടെന്നൊരു വലിയ ട്രക്ക് ആ ബസ്സിന് നേരെ വരുന്നു. ട്രക്ക് ബസ്സിന് വന്നിടിക്കുമ്പോൾ ഇവനൊഴികെയുള്ള എല്ലാവരും ബോധം കെട്ട് വീഴുന്നു. എന്നാൽ ഇവൻ മാത്രം ഈ ലോകം വിട്ടുപോകുന്നു. നായകൻ മരിച്ചതോടെ മറ്റുള്ളവരിൽ നിന്ന് അവൻ തട്ടിയെടുത്ത ഭാഗ്യമെല്ലാം അത് നഷ്ടപ്പെട്ടവർക്ക് തന്നെ തിരികെ ലഭിക്കുന്നു. ഒരു വിചിത്രമായ കാര്യം കണ്ടതുകൊണ്ടാണ് അവൻ ഈ സൂപ്പർ പവർ ലഭിക്കുന്നത്. അതെന്തായിരിക്കും?